അസ്സലാമു അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ നമ്മൾ നല്ലൊരു കടലക്കറി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിക്ക് കടിയായിട്ട് ഉണ്ടാക്കുന്നത് പത്തലാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ട് അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ പതിവ് പോലെ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. വന്ന പാട് ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് തിരക്കുണ്ട് കേട്ടോ, പുറത്തൊന്ന് പോകണം. പിന്നെ നമുക്ക് ഇതാ കടല എണ്ണ കറി വെക്കാൻ കിട്ടിക്കണ്. കടല കറിക്ക് എടുക്കുമ്പോൾ തന്നെ അതിൽ ചെറുപയർ പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ കൊറോണ കാലത്ത് കിട്ടിയ കടലൊക്കെ ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അതിൻ്റെ അടുത്ത് ചെറുപയറിൻ്റെ കീസ് ഒന്ന് കുത്തനെ അങ്ങോട്ട് വീണു കേട്ടോ. പിന്നെ കറി വെക്കാനല്ലേ വെച്ചിട്ട് ഞാനത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ കടല അടുപ്പത്ത് വെക്കുമ്പോൾ വെള്ളം ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം തോൻ തന്നെ ഉണ്ടായിക്കോട്ടെ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് നല്ല 5-8 വിസിൽ വരട്ടെ. അപ്പത്തിന് നമുക്ക് നെയ്പത്തൽ ഉണ്ടാക്കാല്ലേ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിക്കണത് കേട്ടോ. നല്ല രസമാണ്. അജ്മി പുട്ടുപൊടി അതിക്ക് നല്ല തിളച്ച വെള്ളം പാർന്ന് കൊടുക്കുക. അതുപോലെ ലേശം ഉപ്പും നെയ്യ് പാരട്ടോ. നല്ല പശു നെയ്യ് ഇരിക്കുന്നുണ്ട്. ഇനി നെയ്യ് ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ലേശം വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നല്ലോണം കൈകൊണ്ട് നല്ല കുഴച്ച് കൊടുക്കണം കേട്ടോ. കുഴച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, ആദ്യം ഒന്ന് ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ട് നമുക്ക് ചായക്കടി ഉണ്ടാക്കാച്ചിട്ടാ. അങ്ങനെ ഞാൻ കടല വേകുമ്പോഴത്തേന് നമുക്ക് കടലക്കറിക്കില്ല ഉള്ളി വെട്ടുകയാണ്. 2 വെല്ലുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കടലക്കറി വെക്കാൻ. ആരൊക്കെ ചോദിച്ചിരുന്നു എന്താ കടലക്കറിയുടെ റെസിപ്പി എന്ന് പറയാം. അപ്പം അത് എന്തായാലും ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. ഈ കുനുകുനേന അരിയണം കേട്ടോ നമ്മൾ കടലക്കറിക്ക് ഉള്ളി അരിയുമ്പോൾ. അതാണ് രസം. നമ്മൾ നീളത്തിൽ അറിയുമ്പോൾ ഇനി എത്ര വാടിയാലും ശരിയായി കിട്ടൂല. പിന്നെ കുക്കറിൽ വേകുമ്പോൾ നല്ല വെന്ത് കിട്ടും. പിന്നെ ഞാൻ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒക്കെ എളുപ്പമാണ് ശരിയാക്കാൻ. നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ. വെറുതെ ഇരുന്നാൽ പൂതി തീരാത്തൊരു മനുഷ്യന്മാരും ഉണ്ടാവില്ല കേട്ടോ. പണി കഴിയൂല എന്നൊക്കെ വെറുതെ പറയാം. നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മളെ പണി നേരത്തെ കഴിയും. അങ്ങനെ 2 വഴുതനങ്ങയാണ് കൂട്ടാൻ വെക്കാൻ കിട്ടിയിരിക്കണത്. അപ്പോൾ വഴുതനങ്ങ മാത്രം വെച്ചാൽ ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് കിട്ടി, നമ്മളെ തൊടുവിൽ തന്നെ എൻ്റെ രോമക്കായുടെ മരം അയിമ പോയിട്ട് രോമക്കായ് കുത്തിച്ചാടിച്ച് കൊടുന്ന് നോക്കുമ്പോൾ അത് പൂത്തുക്കണു. അത് കുഴപ്പമില്ല, വഴുതനങ്ങയിലിട്ടാൽ നല്ല രസം ഉണ്ടാവും. നമുക്ക് ഇങ്ങനത്തെയൊക്കെ കൂട്ടാനേ നടക്കുള്ളൂ. എന്നും ഇപ്പം ഉപ്പേരിക്ക് പീടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന പറഞ്ഞാൽ നടക്കൂല. ഞാൻ ഈ ഉപ്പേരിക്കൊക്കെ കൊടുന്നാൽ എന്നും ചിജ്ജണ പരിപാടി. ലേസം വെച്ചിട്ട് ലേസാണ് മാറ്റി വെക്കും. എന്നിട്ട് ബാക്കിയില്ലേലും എന്തേലും മമ്പയർ എന്തേലൊക്കെ ഇട്ട് വെക്കലാട്ടോ. അങ്ങനെ എല്ലാ നുറുക്കലും കഴിഞ്ഞു. വീതനൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. പിന്നെ ഇന്ന് വീഡിയോ വലിയ ക്ലിയർ ഒന്നുമില്ല. എന്താ വെച്ചാൽ കറണ്ട് ഇല്ല. നമ്മൾ ഈ ഫോണിൻ്റെ ലൈറ്റിൽ തന്നെയാണ് കേട്ടോ പണിയെടുക്കുന്നത്. ഇർട്ടാണ്. പിന്നെ ഇവിടെ കറണ്ട് പോയാൽ കത്തുന്ന ബൾബില്ല കേട്ടോ, നമ്മളെ താഴത്താണ്. പിന്നെ ഞാൻ ഉള്ളി ചതക്കണം എന്താ വെച്ചാൽ നമ്മൾ ഉപ്പേരിക്ക് വെളുത്തുള്ളി ചതച്ചിടണം. അതുപോലെ തന്നെ ചുവന്നുള്ളി അരിഞ്ഞിട്ടും കൂട്ടുന്നുണ്ട് കേട്ടോ. എന്ത് ഉപ്പേരി വെക്കുവാണ് നിങ്ങൾ നോക്കി വെക്കൊണ്ട് വെളുത്തുള്ളി കുത്തിടുമ്പോൾ ആ കൂട്ടാൻ വേറെ രസമായിക്കാരം. പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങനെ മാറി കിട്ടും ചെയ്യും. അതുപോലെ നമ്മളെ കടലൊരു 8-10 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓഫാക്കിയിടുക. എന്നിട്ട് ഞാൻ ഇനി ഉപ്പേരിക്ക് വെക്കട്ടെ. നമ്മളെ കുഞ്ഞിച്ചട്ടി അടുപ്പത്താണ് വെച്ചു. 2 പച്ചമുളകും അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂത്ത് വരുമ്പം നമ്മളെ ഉപ്പേരിക്ക് ലൈക്ക് ഇട്ട് കൊടുക്കുക. വഴുതനങ്ങയൊക്കെ നുറുക്കി കട്ട് ഊറ്റാൻ വേണ്ടിങ്ങാണ്ട് കുറേ നേരം വെച്ചാൽ അത്രയും നന്നാവും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് നാടൻ വഴുതനങ്ങയാണ് കിട്ടിക്കുന്നത്. വലിയ കട്ടൊന്നും ഉണ്ടാവില്ല തോന്നുന്നു. അപ്പം കുറച്ച് നേരമൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കടന്ന് വെന്തോളും. പിന്നെ ഞാൻ തേങ്ങയുടെ ഒരു മുറി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കടലക്കറിക്കാണ്. ഇനി നമുക്ക് പത്തൽ ഉണ്ടാക്കാൻ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാണ്ട്. ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ഇട്ടിട്ടുണ്ട്. ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുത്തിട്ട് നമ്മളെ പൊടിയൊക്കെ കൂട്ടാമല്ലോ. നല്ല രസമാണ് കേട്ടോ. 4 മണിക്കൊക്കെ ഉണ്ടല്ലോ കട്ടൻ ചായക്കൊക്കെ ഒന്നിങ്ങനെ പിച്ചി മുറിച്ച് തിന്നുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ കണ്ടിട്ട് നല്ല വെള്ളം വാർന്ന് ഇങ്ങോട്ട് കുഴഞ്ഞതായിട്ടുണ്ട്. അപ്പം ഞാൻ ലേശം പാടെ തേങ്ങ ഇട്ടിട്ട് നല്ല കുഴച്ച് കൊടുക്കട്ടെ. പിന്നെ ഇതിലും തേങ്ങാപ്പാൽ കൂട്ടിയാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്നും പാടെ കുഴച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഉപ്പേരി വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ലേശം തിരുമ്പി വന്നു. അതിലിടക്ക് ചോറ് വെന്തിട്ടുണ്ട്. ഓരോ പരിപാടി ഇതാ കജ്ജുന്നുണ്ട് കേട്ടോ. എല്ലാം പാടെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോ നമുക്ക് ഇങ്ങനെ ഡേ മൈ ലൈഫ് ആയിടണം. അതിലിടക്ക് നമ്മളെ കടല ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. 10 വിസിൽ വന്നിക്കണു. ഈ കടല ഇനി 15 വിസിലടിച്ചാലും വേറൂലല്ലോ. അപ്പം ഇനി കടലക്കറി ഉണ്ടാക്കാൻ കേട്ടോ. ഈ കറി നല്ല ടേസ്റ്റുള്ള കറി. അപ്പം ഞാൻ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിക്ക് 2 സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞിട്ടോ. അപ്പം ചതച്ചിട്ടൂടാ. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അരിയാൻ നേരം കിട്ടി. അങ്ങനെ അരിഞ്ഞിട്ടു. അത് നല്ല കളറ് മാറി വരുമ്പോൾ നമ്മളെ ഉള്ളി ഉണ്ടല്ലോ, 2 വെല്ലുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ 2 വെല്ലുള്ളിയാണ്. അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടാൻ വേണ്ടി ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നേരം ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിങ്ങാണ്ട് ഇതിൻ്റെ മാതിരി
അടച്ചിട്ടിട്ട് എന്തേലും പണി ഉണ്ടെങ്കിൽ ചെയ്യുക. അപ്പം നമ്മൾ അടിച്ചോരി വന്നു കേട്ടോ. അടിച്ചോരി കുറച്ച് ചെറിയ പരിപാടി അത് കഴിഞ്ഞ് വന്നു. എന്നിട്ട് ഞാൻ ഈ ഉള്ളിലേക്ക് ഇതാ 1 സ്പൂണ് മുളകും പൊടി, അത് 2 സ്പൂണ് മല്ലിപ്പൊടി കൂട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് മല്ലിപ്പൊടി അധികം കൂട്ടാം. പിന്നെ ഗരം മസാല 1/4 സ്പൂണ് കൂട്ടിട്ട് നല്ലോണം വറക്കണം കേട്ടോ. എണ്ണയിൽ ഈ വറുവറേനാവണം. എന്നിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഒന്ന് ഇങ്ങോട്ട് വാട്ടിയിട്ട് ഒരിത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒഴിച്ചു കൊടുക്കണമെന്നില്ല, നേരെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് നിന്ന് ഇങ്ങനെ വാട്ടിയെടുക്കാം. അപ്പം എനിക്ക് വലിയ നേരം ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അതാ വന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണം കേട്ടോ. ഗരം മസാലയും വെളുത്തുള്ളിയും ഒക്കെ പാടായിട്ട് അപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നപ്പോൾ ഞാനിതാ കടല അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടലയുടെ വെള്ളം കളയരുത് കേട്ടോ. ആ വെള്ളത്തോട് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം അടച്ച് വെച്ചിട്ട് എന്ത് ചെയ്യട്ടെ, നല്ല ഒരു 5 മിനിറ്റ് കടന്ന് നല്ല വെട്ടി തിളച്ചോട്ടെ. നല്ല കുറുകി വന്നിട്ട് ഇനി കുറുകിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാച്ചിട്ടാ, ഇതിന് ലേശം കടല വേവിച്ചേക്ക് തന്നെ എടുത്ത് വെക്കുക. എന്നിട്ട് അത് മിക്സിയിൽ അടിച്ചുകൊണ്ട് ഇതിലേക്ക് തന്നെ ഇട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അങ്ങനെ കാണിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ മാങ്ങാൻ നേരത്തെ ഞാൻ ലേശം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നല്ലോ. എന്നിട്ട് ആ തേങ്ങാപ്പാൽ ഒന്നിങ്ങോട്ട് മേലെ കൂടെ പാർന്നിട്ട് ഒന്നിങ്ങോട്ട് തിളച്ചോട്ടെ കേട്ടോ. നല്ല രസമുള്ള കറിയാണ്. പുട്ടുക്കാണെങ്കിലും ചോറ്റിക്കടക്കം ഈ കടലക്കറി രസം ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുറുക്കൊന്നും കാണാനില്ല. അപ്പോൾ ഒന്നിങ്ങോട്ട് വറ്റിക്കോട്ടെ. വറ്റിയതിൻ്റെ ശേഷം ഞങ്ങൾക്കിത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനിഞ്ഞ് തൂമിക്കാം കേട്ടോ. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ ചുവന്നുള്ളി കുറച്ച് തോനെന്നെ എടുക്കുക കേട്ടോ. കടലക്കറിയിലൊക്കെ ഉണ്ടല്ലോ ചുവന്ന മുളകും കടുകൊക്കെ നല്ല രസം ഉണ്ടാവും. അപ്പോൾ നല്ല മൂത്തതിൻ്റെ ശേഷം ലേശം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി നമ്മളെ കടലക്കറിയൊക്കെയാണ് പാർന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കറി. അപ്പം ഇനി കുറുക്കത്തിന് വേണ്ടിയിട്ടാണ് ലേശം കടല നല്ല മിക്സിയിൽ അടിക്കണം കേട്ടോ. അപ്പോൾ കുറുക്കം കിട്ടും. തേങ്ങ അരക്കണേക്കാട്ടും രസമാണല്ലോ ഇങ്ങനെ. നമ്മൾ പത്തലക്ക് പറ്റിയ കറിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. എരി എപ്പോഴും കമ്മിയാക്കണതാണ് നല്ലത്. അപ്പം നമ്മളെ കടലക്കറി സൂപ്പറായിട്ട് ഞാൻ ലേശം കടല എടുത്ത് വെച്ചിരുന്നു അരച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു, പക്ഷെ പറയാൻ മറന്നതാണ് കേട്ടോ. അപ്പം ഞാൻ കടലൊന്നും അരച്ച് കൂട്ടിയില്ല. തേങ്ങാപ്പാൽ പാർന്നപ്പോൾ തന്നെ നല്ല കുറുമായി വന്നിട്ടുണ്ട്. കടലക്കുറുമ എന്ന് തന്നെ പറയാം. അങ്ങനെ ഏകദേശം അടിച്ചലും തുടക്കലും എല്ലാതും കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാൻ പത്തൽ ഉണ്ടാക്കുകയാണ്. കടി ഉണ്ടാക്കുമ്പോൾ അവസാനമാണല്ലോ അധികം ഉണ്ടാക്കൽ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ചട്ടിയിൽ എണ്ണ ഇങ്ങനെ കടന്ന് തിളക്കണ്. പ്രസ്സിൽ അമർത്തിയിട്ട് അയക്കണ്ട് ഇട്ട് കൊടുക്കുക. അത് പറ്റിങ്ങാണ്ട് വെക്കാൻ പറ്റൂല. അപ്പോൾ ശരിയായി കിട്ടൂല. പാത്രത്തിൽ നിന്ന് എടുക്കണമെങ്കിൽ പണി. കാരണം പൊടിയൊന്നും നമ്മൾ കൂട്ടണില്ലല്ലോ. പൊടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞങ്ങാണ്ടാവും. അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയൊക്കെ ഇടുമ്പോൾ തീ ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇട്ടതിൻ്റെ ശേഷം തീ കുറച്ച് കൊടുക്കുക. നല്ല പൊള്ളച്ച് വരുമല്ലോ. അപ്പോൾ ഒന്ന് തീ കുറച്ച് കൊടുക്കണം. അല്ലെങ്കിൽ വക്കൊക്കെ മുരിഞ്ഞങ്ങാണ്ടാവും. അപ്പം ഇനി ഇറച്ചിക്കറി തന്നെയാണെങ്കിലും പുതിർന്ന് കിട്ടൂല. കുട്ടികൾക്ക് എത്ര എളുപ്പം ചാറ് പാരുമ്പോൾ നമ്മളെ കടി കൊണ്ട് പുതിർന്ന് കിട്ടണം. അപ്പം അത്രയും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയേ ചെയ്യുള്ളൂ. അപ്പം നമ്മളെ പത്തൽ ശരിയായിക്കണോ ഇല്ലയെന്ന് എങ്ങനെയാണ് അറിയാം വെച്ചാൽ ഇതിങ്ങോട്ട് പൊള്ളച്ച് വരണം. പൊള്ളച്ച് വന്നാൽ ശരിയായിട്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പൊളിച്ച് നോക്കുമ്പോൾ 2 ലെയറായി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ശരിയായിക്കണു. അപ്പോൾ ഫസ്റ്റൊക്കെ ചുടുമ്പോൾ ചിലപ്പം നേരാവില്ല. രണ്ടാമത്തെ പ്രാവശ്യം ചുടുമ്പോൾ നേരായി കിട്ടും കേട്ടോ. തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശരിയായി കിട്ടൂല. ഒന്നും പാടെ പറയാണ്. അപ്പോൾ നമ്മളെ പത്തൽ ഇതാട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് പൊട്ടിച്ച് കാണിച്ച് തരാം. കണ്ടില്ലേ നിങ്ങൾ, 2 ലെയറായി നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഞാൻ ഇതിൽ ഇതും കൂട്ടട്ടോ. എള്ളോ കരിഞ്ചീരകമൊക്കെ ഉണ്ടെങ്കിൽ ചിലവിൽ കൂട്ടും. ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പം നമ്മളെല്ലാ പരിപാടിയും വീതനൊക്കെ തുടച്ചിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. വീതനമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിഞ്ഞ് പാത്രത്തേക്ക് ഇങ്ങനെ ആക്കട്ടെ. പിന്നെ എന്താ വെച്ചിട്ടോ, കൂന്തളും പാടം ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ സമാധാനത്തിലിരുന്ന് പോയി ചായ കുടിച്ചാലോ വെച്ചിട്ടാണ്. അടുക്കളയും പാടൊന്നും തുടക്കണം. ശാലുവിനും മോനൂനൊന്നും ലീവ് തന്നെയാണ്. ചെങ്കണ്ണുണ്ടായ 3 ദിവസം എങ്ങനെ ആയാലും ലീവ് എടുക്കണമല്ലോ. അപ്പം എൻ്റെ ഒരു സമാധാനത്തിന് പറയുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര ഡൗണിലാണ് പോണത്. നമുക്ക് വ്യൂസ് കൂടുമ്പോൾ വീഡിയോ ഇടാൻ നല്ലൊരു സന്തോഷമാണ്. വ്യൂസ് ഇല്ലെങ്കിൽ വീഡിയോ ഇടാൻ തോന്നിയിരുന്നില്ല കേട്ടോ. അപ്പോൾ അധികം ആൾക്കും നമുക്ക് ഡേ മൈ ലൈഫ് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു പരിപ്പ് വടയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നായിട്ട് വീഡിയോ ഇട്ടാൽ ആരും കാണുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സമയം 8:25 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കൂന്തളും പാടം റെഡി ആയിട്ടുണ്ടെന്ന്. നമ്മൾ ചോറ്റക്ക് ഒരു കറിയും വെച്ചിട്ടില്ല. അതൊന്നും കാണിച്ചു തരാഞ്ഞത്. ഇത് ഉണ്ട്. ഇത് ലേശം വെള്ളത്തോടുക്കനെ വെച്ച് കബിൽക്കൊക്കെ പെരണ്ടിങ്ങാണ്ട് മതി കറി. പിന്നെ എന്താ വെച്ചാൽ ശാലുവിനും മോനൂനും തോനെ കറി വേണം. അപ്പോൾ ലേശം തൈര് ഇരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയാണ് കജ്ജട്ടേച്ചിട്ടാണ് കേട്ടോ. പിന്നെ ബാബുവിന് ഇതിൻ്റെ സാലിന മതി. അങ്ങനെ എന്താണ് കയ്യട്ടോ. എല്ലാ ദിവസങ്ങളും നമുക്ക് കയ്യാണല്ലോ. അതിലിടക്ക് ഞാൻ എല്ലാതും കഴിഞ്ഞിട്ട് വേദനയൊക്കെ തുടച്ച് റെഡിയാക്കി. ഇനി നമുക്ക് അടുക്കളയിൽ ഒരു പരിപാടിയില്ല. ലേശം ചീനോളക്ക് വെള്ളത്തിലിടാണ്ട് കേട്ടോ, സുർക്ക വെള്ളത്തിൽ. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാം.